ലോകം കാത്തിരിക്കുന്ന അത്ഭുതം സംഭവിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഈ വർഷത്തിലെ രണ്ടാമത്തെയും ഏറ്റവും ദൈർഘ്യമേറിയതുമായ സൂര്യഗ്രഹണം ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് സംഭവിക്കുക. ഗ്രഹണം പൂർണ്ണമായി ദൃശ്യമാകുന്ന സമയത്ത് പകൽ സമയം പോലും ഇരുട്ട് അനുഭവപ്പെടും. ലോകം കാത്തിരുന്ന ആ അത്ഭുതം സംഭവിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അതെ, ഈ വർഷത്തിലെ രണ്ടാമത്തെയും ഏറ്റവും ദൈർഘ്യമേറിയതുമായ സൂര്യഗ്രഹണം 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് സംഭവിക്കുക. ഗ്രഹണം പൂർണ്ണമായി ദൃശ്യമാകുന്ന സമയത്ത് പകൽ സമയം പോലും ഇരുട്ടനുഭവപ്പെടും. വാനനിരീക്ഷകർക്ക് വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണിത്. ഇത്തവണ ഗ്രഹണം നീണ്ടു നിൽക്കുക 23 മിനിറ്റ് 42 സെക്കൻഡാണ്. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിലെത്തുമ്പോഴാണ്. ഈ അപൂർവ സമയത്ത് സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കപ്പെടും. ഭൂമിയിൽ 2 മുതൽ 5 വരെ സൂര്യഗ്രഹണങ്ങൾ ഓരോ വർഷവും നടക്കാറുണ്ട്. എന്നാൽ ഈ മാസം സംഭവിക്കുന്ന ഗ്രഹണ സമയത്ത് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കപ്പെടുന്നു. അതിനാൽ പകൽ സമയം പോലും ഇരുട്ട് അനുഭവപ്പെടും. എന്നാൽ എല്ലാ ഭാഗങ്ങളിലും ഇരുട്ട് അനുഭവപ്പെടില്ല. കാരണം ഗ്രഹണം പൂർണ്ണമായി ദൃശ്യമാകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഏതാനും മിനിറ്റുകളിൽ പകൽ സമയം ഇരുട്ടിലേക്ക് നീങ്ങുക. സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകുക സ്പെയിനിലെ ചില ഭാഗങ്ങൾ, ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, പോർച്ചുഗലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ്. സൂര്യഗ്രഹണ സമയത്ത് ഈ പ്രദേശങ്ങളിലൂടെയാണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന പാത കടന്നുപോകുന്നത്. മാത്രമല്ല, UK ഉൾപ്പെടെ യൂറോപ്പിന്റെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഭാഗിക സൂര്യഗ്രഹണം കാണാം. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ സൂര്യന്റെ 90% ഭാഗം ചന്ദ്രൻ മറയ്ക്കപ്പെടുമെന്നും പറയുന്നു. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് 1999 ശേഷമുള്ള ഏറ്റവും മികച്ച ഗ്രഹണമാണ്. സ്പെയിനിൽ 100 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സമ്പൂർണ്ണ ഗ്രഹണം കൂടിയാണിത്. ഓഗസ്റ്റ് 12 സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ ആ സമയത്ത് കാണാൻ സാധിക്കില്ല. ഗ്രഹണം ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയക്രമം അനുസരിച്ച് ഓഗസ്റ്റ് 12 രാത്രി വൈകിയും അവസാനിക്കുന്നത് ഓഗസ്റ്റ് 13 പുലർച്ചെയുമാണ്. ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 12 രാത്രി 9 മണി കഴിഞ്ഞാണ് ഭാഗിക ഗ്രഹണം ആരംഭിച്ച് ഓഗസ്റ്റ് 13 പുലർച്ചെ 12 മണി കഴിഞ്ഞതിന് ശേഷം സമ്പൂർണ്ണ ഗ്രഹണം അവസാനിക്കും. ചുരുക്കി പറഞ്ഞാൽ സൂര്യഗ്രഹണം അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരിടത്തും ദൃശ്യമാകില്ല. ഓഗസ്റ്റ് 12 സൂര്യഗ്രഹണത്തിനു പുറമെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് പെർസിഡ് ഉൽക്കാവർഷം അതിന്റെ പര്യാമത്തിലെത്തുന്നത് അന്നാണ്. അതും 133 വർഷം കൂടുമ്പോൾ മാത്രം സൂര്യനെ വലം വയ്ക്കുന്ന വലിയൊരു വാൽനക്ഷത്രമാണ് സ്വീറ്റ് ടർട്ടിൽ. ഇവയുടെ അവശിഷ്ടങ്ങളിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാവർഷവും സംഭവിക്കുന്നത്. അതിനാൽ പകൽ സമയത്ത് സൂര്യഗ്രഹണവും രാത്രിയിൽ ഉൽക്കാവർഷവും ഒരേ ദിവസം എത്തുന്നു എന്നതും വലിയ പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.